26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. പേർഷ്യൻ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക്. ഈ കടലിടുക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റൊന്നും തന്നെയില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഏറ്റവും ഒടുവിൽ ബാധിച്ചിരിക്കുന്നത് ഈ അന്താരാഷ്ട്ര കപ്പൽ പാതയാണ്. പല ആവർത്തി ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ് ഹോർമുസ് കടലിടുക്ക് എങ്ങനെയാണ് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്, എന്താണ് കടലിടുക്ക്, അവിടെ എങ്ങനെയാണ് കപ്പലുകൾ കടന്നു പോകുന്നത് എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ കപ്പലുകൾ കടന്നു പോകുന്നത് മാത്രമല്ല, ഇതിനൊരു ബദൽ മാർഗം കൂടി നിലവിൽ ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് GCC രാജ്യങ്ങൾ. അതല്ലാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതായത് ഈ കടലിടുക്കിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു മേഖല, അന്താരാഷ്ട്ര എണ്ണക്കടത്തിന് വേണ്ടി ഒരു പാത ഒരുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് UAE കടന്നെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ചില പദ്ധതികൾ അണിയറയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ഒമാൻ ഉൾക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഫുജൈറയിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ പുതിയൊരു തുറമുഖം നിർമ്മിക്കാനും UAE നിലവിൽ ലക്ഷ്യമിടുന്നു എന്നുള്ള വാർത്തയും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം എങ്ങനെയാണ് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നുള്ളത്. നമുക്ക് വളരെ വ്യക്തമായി തന്നെ ഇതിൽ കാണാനായി സാധിക്കുന്നുണ്ട്. അതായത് ഇറാൻ ഈ മേഖലയിലായി വരുന്നു. ഇറാനോട് തൊട്ടടുത്ത് കിടക്കുന്ന മേഖലയാണ് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്, അതായത് ഹോർമുസ് കടലിടുക്ക്. ഈ കടലിടുക്കിലൂടെ തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കുവൈറ്റിൽ നിന്നും, ബഹ്റിനിൽ നിന്നും, ഖത്തറിൽ നിന്നും, അതുപോലെ UAEയിൽ നിന്നും ഒക്കെ തന്നെ കപ്പലുകൾ കടന്നു പോകുന്നത്. ഈ കപ്പലുകൾക്ക് കടന്നു പോകണമെങ്കിൽ ഈ പ്രധാനമായ ഒരു കടലിടുക്കുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു വിസ്തൃതി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 32 കിലോമീറ്ററോളം നീളം ഇവിടെ നമുക്ക് കണക്കാക്കാനായി സാധിക്കും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇറാന് ഇത് തടയാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഈ മേഖലയിൽ ഇത്രയധികം ഒരു വിന്യാസമുണ്ടെങ്കിൽ പോലും ഈ ഒരു കഴുത്ത് പോലെ വരുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു കുപ്പിക്കഴുത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇറാൻ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കാരണം ഇവിടെ നിരവധി മൈനുകൾ വിതറിയും അതുപോലെ തന്നെ ചെറു ബോട്ടുകളിൽ സൈന്യത്തെ വിന്യസിച്ചും ഒക്കെ തന്നെയാണ് IRGC ഇതിൻ്റെ ഒരു നിയന്ത്രണം കൈക്കലാക്കിയിരിക്കുന്നത്. നമുക്ക് വ്യക്തമായി തന്നെ ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാനായി സാധിക്കും. കുവൈറ്റിൽ നിന്നും അടക്കം ഈ കപ്പലുകൾ നിരനിരയായി ഇവിടേക്ക് വരുന്നു. അതിനുശേഷം ഈ ഒരു കുപ്പിക്കഴുത്ത് പോലുള്ള ഈ ഒരു ഭാഗം ഇത് കടന്നു പോകാനായി ശ്രമിക്കുമ്പോഴാണ് ശക്തമായ രീതിയിൽ ഒരു പ്രതിരോധം, അതല്ലെങ്കിൽ ഒരു ടോൾ എന്ന രീതിയിലൊക്കെ തന്നെ നേരത്തെ പിരിക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുള്ള ഈ മേഖല വരുന്നത്. ഈ മേഖല കടന്ന് ഈ ഗൾഫ് ഓഫ് ഒമാനിലേക്ക് വരാൻ കപ്പലുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലെ പ്രതിസന്ധി. ഇത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ, ഈ ഒരു ബുദ്ധിമുട്ടിനൊക്കെ തന്നെ, എന്തിനേറെ പറയുന്നു, നമ്മുടെ വീട്ടിൽ പോലും, അടുക്കളയിൽ പോലും പ്രതിസന്ധി സൃഷ്ടിച്ചത് ഈ ഒരു ചെറിയ കടലിടുക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇത്തരത്തിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കപ്പൽ പാതയായിട്ടുള്ള, ഇതിന് സമാന്തരമായി തന്നെയുള്ള ബാബൽ മന്ദബ് കടലിടുക്കിലേക്കും നിയന്ത്രണം വ്യാപിപ്പിച്ച് ശക്തമായ രീതിയിൽ പ്രതിരോധം തീർക്കുമെന്ന് ഇറാൻ സൂചന നൽകുന്നത്. ഒന്ന് മനസ്സിലാക്കുക, ഇറാൻ ഈ മേഖലയിലാണ്. ബാബൽ മന്ദബ് എന്ന് പറയുന്നത് യമന് താഴെയായി, ജിബൂട്ടിയുടെ തൊട്ടടുത്തായി നിൽക്കുന്ന ഈ ഒരു ചെറു കടലിടുക്ക് തന്നെയാണ് ബാബൽ മന്ദബ് എന്ന് പറയുന്നത്. ഇവിടെ ചെങ്കടലാണ്. ചെങ്കടലിന് ഏകദേശം ഒരു 26 മുതൽ 27 കിലോമീറ്റർ വരെയാണ് ഈ ഒരു മേഖലയിലെ ദൂരം എന്ന് പറയുന്നത്. ഇത് കടന്ന് ഈ ഒരു കടലിടുക്കിലേക്ക് എത്തുമ്പോൾ, ഈ ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇവിടം കടന്നു വരുന്ന കപ്പലുകൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രയേൽ, ജോർദൻ, ഇറാഖ്, ബാഗ്ദാദ് ഈ മേഖലകളാണ്. ഈജിപ്തിൻ്റെ കൈറോ ഈ ഒരു ഭാഗത്ത് കൂടി ആരംഭിക്കുന്ന ഈ ഒരു മേഖല ഇത് കടന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ജദ്ദ വഴി ചെങ്കടലിൽ പ്രവേശിക്കുന്ന സമയത്ത്, നമ്മൾ ചെങ്കടൽ എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായി പറയുന്ന ഒരു വിഷയം ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണം എന്നുള്ള കാര്യം. നമുക്കറിയാം, ഇറാന്റെ പ്രോക്സികളാണ് ഹിസ്ബുള്ള ആയിരുന്നാലും, ഹമാസ് ആയിരുന്നാലും, ഹൂതികളായിരുന്നാലും. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഇപ്പോൾ തന്നെ ഊഹിക്കാവുന്നതാണ്. അവിടെ എങ്ങനെ തടസ്സം സൃഷ്ടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, ഈ തുറമുഖ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സനയടക്കമുള്ള യമന്റെ തുറമുഖ മേഖലകളിൽ ഹൂതി വിമതരുടെ ആക്രമണം ഇനി വരും ദിവസങ്ങളിൽ കടുപ്പിക്കും എന്നുള്ള ഒരാശങ്ക തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കാരണം ഈ ഒരു ചെറു മേഖല കടന്നുകൊണ്ട് കപ്പലുകൾക്ക് പുറത്തിറങ്ങുക എന്ന് പറയുന്നത്, ഗൾഫ് ഓഫ് ഏദനിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ്. ഒന്ന് പരിശോധിക്കുക, പ്രധാനമായിട്ടും GCC രാജ്യങ്ങളെ സംബന്ധിച്ചും അതുപോലെ ഈ ചെങ്കടലിലൂടെ കടന്നു വരുന്ന കപ്പലുകൾക്കും ഒക്കെ തന്നെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഒന്നുകിൽ ചൈന, അതല്ലെങ്കിൽ ഇന്ത്യ, പിന്നീട് മറ്റു മേഖലകൾ. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ നമുക്കറിയാം എണ്ണയെ ആശ്രയിച്ചിരിക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാനുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്. ഒന്ന് പരിശോധിക്കുക, ഇവിടെ നിന്നും കടന്നു പോയതിന് ശേഷം മാത്രമേ ഇന്ത്യയിലേക്കോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ബംഗാൾ ഉൾക്കടൽ വഴി ചൈനയിലേക്കോ പോകാനായി സാധിക്കൂ. പക്ഷേ
ഈ മേഖലയിൽ എത്രത്തോളം സുരക്ഷിതമായി കടന്നു പോകാം എന്ന് പറഞ്ഞാലും, അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷ ഒരുക്കാമെന്ന് പറഞ്ഞാലും, ഇവിടം കടന്നു കിട്ടാതെ, അതല്ലെങ്കിൽ ഈ ഒരു മേഖല കടന്നു കിട്ടാതെ ഒരു കാരണവശാലും GCC രാജ്യങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ചെങ്കടലിനെ കുറിച്ച് നമുക്ക് ഹോർമുസ് കപ്പൽ പാതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ അറിയാം. പക്ഷേ എന്താണ് ബാബൽ മന്ദബ് എന്നുള്ള കാര്യം കൂടി വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ ചെങ്കടലിനെ ഗൾഫ് ഓഫ് ഏദനുമായി ബന്ധിപ്പിക്കുന്ന ഒരു മേഖലയാണ്, ഒരു കപ്പൽ പാതയാണ് ബാബൽ മന്ദബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് യമനുണ്ട്, മറുഭാഗത്താകട്ടെ ഇറാന്റെ പിന്തുണയുള്ള വിമതർ ബാബൽ മന്ദബ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുമെന്നുള്ള ഭീഷണി അടുത്തിടെ ഉയർത്തിയിരുന്നു. നേരത്തെ തന്നെ ഇതുവഴി കടന്നുപോയിരുന്ന കപ്പലുകൾക്ക് നമുക്കറിയാവുന്നതാണ്, ഇസ്രയേലുമായി സംഘർഷം ഉരുത്തിരിഞ്ഞു വന്ന ഒക്ടോബർ 7-ന് ശേഷം 2023 ഒക്ടോബർ 7-ന് ശേഷം ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ച സാഹചര്യത്തിൽ മിസൈലുകളും അതുപോലെ ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും ഒക്കെ തന്നെ നിറച്ചുകൊണ്ടുള്ള ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ചെങ്കടലിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേർക്ക് ശക്തമായ രീതിയിൽ ആക്രമണം ഘടിപ്പിച്ചതും, അതുപോലെ ഈ മേഖലയിൽ ഇസ്രയേൽ പതാക വഹിച്ചുകൊണ്ടുവന്നിരുന്ന സകലമാന കപ്പലുകൾക്ക് നേരെയും ശക്തമായ രീതിയിലുള്ള ആക്രമണമായിരുന്നു അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ അന്ന് ആക്രമിച്ചു എന്ന് പറഞ്ഞ ഹൂതി വിമതർ തന്നെയാണ് ഇപ്പോൾ ഇതുവഴി കടന്നുപോകുന്ന സകലമാന കപ്പലുകളെ ആക്രമിക്കുമെന്നുള്ള ഒരു ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വർഷം തന്നെ മാർച്ച് മാസം 28-ാം തീയതി ഹൂതികൾ ഇസ്രയേലിന് നേർക്ക് ഒരു മിസൈൽ തൊടുത്ത വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ഹൂതികളുടെ ആക്രമണമില്ല, അവർ കപ്പൽപാത തടയുന്നില്ല, ഉപരോധിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഇനി വരും ദിവസങ്ങളിൽ അത് സംഭവിക്കുമെന്നും, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കപ്പൽ ഗതാഗതം ഇവിടെ താറുമാറാകും. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഇന്ത്യൻ കപ്പലുകൾ, ഇന്ത്യൻ നാവികർ ഒരു കാരണവശാലും ഹോർമുസ് കടക്കാൻ പാടുള്ളതല്ല എന്നുള്ള ഒരു നിയന്ത്രണം അടക്കം, ഒരു സൂചന, അപായ സൂചന അടക്കം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്കും ഒക്കെ തന്നെ പോകാനുള്ള കപ്പൽ ഗതാഗതം താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊരു വലിയ സാമ്പത്തിക പ്രത്യാഘാതത്തിന് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തിലെ തന്നെ പ്രമുഖ എണ്ണ വിതരണ പാതകൾ പ്രധാനപ്പെട്ട ഹോർമുസും അതുപോലെ തന്നെ ബാബൽ മന്ദബും ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയുടെ പിടിയിലാണ്. ഇറാനെ സംബന്ധിച്ച് അവർക്ക് വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന, അവർക്ക് വളരെ എളുപ്പത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന രണ്ട് മേഖലകളായതുകൊണ്ട് തന്നെയാണ് ഈ കപ്പൽ ഗതാഗതത്തിന്റെ ജീവനാഡികളായിട്ടുള്ള വ്യാവസായിക കപ്പലുകൾ കടന്നു പോകുന്ന ഈ മേഖലയിൽ വലിയൊരു മേൽക്കൈ അവർക്ക് നേടാൻ സാധിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ മേഖലകളിൽ തന്നെയാണ് ഇപ്പോൾ ബഹ്റിൻ, ഖത്തർ, കുവൈറ്റ്, ഈ മേഖലകളിൽ തന്നെയാണ്, ഈ 3 മേഖലകളിലുമായി തന്നെയാണ് ആക്രമണം ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ശക്തമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു, മരണം സംഭവിച്ചിരുന്നു. ഹോർമുസുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്രമണത്തിൽ, മിസൈൽ ആക്രമണത്തിൽ തിരിച്ചടിയും അതുപോലെ തന്നെ ശക്തമായി തന്നെ തിരിച്ച് ഇറാനിലേക്ക് നടത്തുന്നു എന്നുള്ള വാർത്തയും വരികയാണ്. എന്തായിരുന്നാലും ഭൗമരാഷ്ട്രീയമായ ഈ സംഘർഷങ്ങൾ, സുരക്ഷാ സാഹചര്യങ്ങളൊക്കെ തന്നെ, ഭീഷണികളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഇതിനൊരു തീരുമാനമുണ്ടാകണമെന്നടക്കം മുന്നോട്ട് ആവശ്യം വയ്ക്കുന്നുണ്ട്. വളരെ നിർണായകമായ ചില നീക്കങ്ങൾ, പുതിയൊരു തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, തത്രപ്പാടുകൾ ഒക്കെ തന്നെ നടക്കുന്നു എങ്കിൽ പോലും അതൊന്നും സമീപഭാവിയിൽ നടക്കുന്നതല്ല, വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല. നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകുക, ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അവസരമൊരുക്കുക. ബാബൽ മന്ദബ് ഇപ്പോഴും ഒരു കാരണവശാലും ഹൂതികളുടെ കയ്യിൽ അകപ്പെടാതെ, അവരുടെ നിയന്ത്രണത്തിലാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള 2 വസ്തുതകൾ. അതിനുവേണ്ടി അമേരിക്ക ഏതറ്റം വരെ പോകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.